ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവർക്ക് വിഷ്ണു എന്നെ സംശയമുണ്ട്. വിഷ്ണുവിനെയോ? അതെന്തിനാടാ? അതെ, അന്നേ ദിവസം വിഷ്ണുവിനെ ഉണ്ടായിരുന്നല്ലോ. ആ നൂർജഹാനെ രക്ഷിക്കുന്നതിനിടയിൽ നസീറിനെ വിഷ്ണുവേട്ടൻ ഇല്ലാതാക്കിയിരിക്കാം എന്നും അവര് പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഇപ്പൊ ഹസ്ബൻഡിന് അറിയാമോ? രോഹിത്. അച്ഛാ, ശ്യാമ ഡിസ്ചാർജ് ആയി. ഞാൻ കൗണ്ടറിൽ ബില്ലടക്കാനായിട്ട് പോവാ. ശ്യാമ എന്തിയെ? അവള് അവിടെ പരിചയമുള്ള ഒരു ഡോക്ടറോട് സംസാരിക്കുക. ഇത് അന്നത്തെ ആ ഡോക്ടറല്ലേ, ഗൈനക്കോളജിസ്റ്റ്? ഇരട്ടക്കുട്ടികളെയാണ് പ്രസവിച്ചതെന്ന സത്യവും കുട്ടികൾ രണ്ടിടത്തായി വളരുന്നു എന്നതും അപ്പൊ സത്യഭാമ ഇതുവരെ അറിഞ്ഞില്ലേ? ഇല്ല, പക്ഷേ പ്രസവിച്ചത് ഇരട്ടക്കുട്ടികളെയാണെന്നൊക്കെ രോഹിത്തിനറിയാം. എല്ലാ കഥകളും രോഹിത്ത് അറിയുകയും ചെയ്തു. ഇതുവരെ പ്രശ്നമൊന്നുമില്ലാതെ പോയല്ലോ, അത് തന്നെ ഭാഗ്യം. എന്നാ പിന്നെ ഞാൻ വരട്ടെ, എനിക്ക് റൗണ്ട്സിന് പോവാൻ നേരമായി. അത് ആ ഗൈനക്കോളജി ഡോക്ടറല്ലേ നിന്റെ പ്രസവം നോക്കിയ? അതെ. എന്താ സത്യമ്മേ? നിങ്ങള് ഏത് ഇരട്ടക്കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്? 2 കുട്ടികളെന്നോ അറിയില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. അത് പിന്നെ അത് ഡോക്ടറിന്റെ ഒരു പേഷ്യന്റെ കാര്യം പറഞ്ഞതാ. അവർക്ക് ഇരട്ട കുട്ടികളാന്ന്, പക്ഷെ കുട്ടികളെ നോക്കാൻ ആരും ഇല്ലെന്ന് പറയുമായിരുന്നു. എന്ത് കഷ്ടല്ലേ, ഒരു കുട്ടിയെ തന്നെ നോക്കാൻ പ്രയാസാ. അപ്പോഴാ ഇരട്ട കുട്ടികള്. നോക്കാൻ ആരും ഇല്ലെങ്കിൽ കുഴഞ്ഞത് തന്നെ. അത് പറഞ്ഞോണ്ടിരുന്നപ്പോഴാ സത്യം ഇങ്ങോട്ട് വന്നേ. ഓ, അതാണോ പറഞ്ഞത്? ഞാൻ ഇരട്ട കുട്ടികളെന്ന് മാത്രമേ കേട്ടുള്ളൂ. പിന്നെ സത്യമ്മേ എന്നെ ഡിസ്ചാർജ് ആക്കി. ഇനി മുറിവ് ഇടയ്ക്ക് വന്ന് ഡ്രസ് ചെയ്താൽ മാത്രം മതി. ഞാനിപ്പോ ഡ്രസ് ചെയ്യാൻ വേണ്ടി പോവാ. അല്ല, എന്നെ കണ്ടപ്പോ ആ ഡോക്ടർ പെട്ടെന്ന് പോയി കളഞ്ഞു. ഒന്നും സംസാരിക്കാനും പറ്റിയില്ല. സത്യമ്മേ, നമുക്കതൊക്കെ പിന്നെ സംസാരിക്കാം. സത്യമ്മ വന്നേ, നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോവാൻ നോക്കാം. എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്നെ കണ്ടപ്പോ ഡോക്ടർ പെട്ടെന്ന് പോയി കളയില്ലായിരുന്നല്ലോ. അവരതൊന്നും അല്ല പറഞ്ഞോണ്ടിരുന്നത്. ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തോ രഹസ്യമുണ്ട്. എന്തായിരിക്കും അത്? സത്യമ്മേ, സത്യമ്മ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്നാ വാ, അവരിതേ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സത്യമ്മ വാ. ശാരദാമ്മേ, ഒരു ചായ. വാസോട്ടിന് വല്ലതും കഴിക്കണോ? ഓ വേണ്ട, മരുന്ന് കഴിക്കുന്നോണ്ട് ഞാൻ ഇത്തിരി കഞ്ഞി കുടിച്ചു. സമയത്ത് എന്തെങ്കിലും ചെന്നില്ലെങ്കിലേ വലിയ പരവേശമാണ് ശാരദാമ്മേ. അല്ലെങ്കിൽ വാസുവിന് ഇനി എന്ത് നോക്കാനാണെന്നേ? 2 മക്കളുള്ളതാണെങ്കിൽ 2 ദുബായില്, ഒരു മരുമകളുള്ളത് വില്ലേജ് ഓഫീസിലെ ക്ലർക്ക്. ഇരുന്ന് തിന്നാനേ യോഗമുള്ള ജാതകമല്ലേ? അതൊക്കെ വാസുവേട്ടന്റെ കഷ്ടപ്പാടിന്റെ പ്രതിഫലോ ശങ്കരേട്ടാ. പാടത്ത് നന്നായി പണിയെടുത്താ പിള്ളേരെ 2നെയും പഠിപ്പിച്ചത്. പിന്നല്ലാതെ ഇപ്പോഴും പണിയെടുക്കുന്നു.
അനൂപ്. ആ അനൂപേ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കുമായിരുന്നു. ശാരദാമ്മേ, ഇവിടെ നിന്നാണോ നസീർ മരിച്ചത്? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഇങ്ങോട്ടൊന്ന്. എടാ, നീ എന്തൊക്കെയാടാ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്? ആരെങ്കിലും കേട്ടിരുന്നെങ്കിലോ? എനിക്കറിയണം, പറ. ശാരദാമ്മയാണോ ആ നസീറിനെ കൊന്നത്? ഏ, ആണോ? അങ്ങനെ എന്തെങ്കിലും കയ്യബത്ത ശാരദാമ്മയ്ക്ക് പറ്റിയിട്ടുണ്ടോ? അന്ന് രാത്രി അവൻ ഇവിടെ വന്നിരുന്നെന്നും ഇവിടെ നിന്നും മറ്റൊരിടത്തേക്കും പോയിട്ടില്ലെന്നുമാണ് അവര് പറയുന്നത്. പറ ശാരദാമ്മേ, എന്താണ് ഇവിടെ നടന്നത്? ഒന്ന് പതുക്കെ. നീ എന്തിനാടാ ഞങ്ങളിങ്ങനെ തീ തീറ്റിക്കുന്നത്? ഇതിനും മാത്രം ശിക്ഷിക്കാൻ ഞങ്ങൾ എന്ത് ദ്രോഹം നിന്നോട് കാണിച്ചത്? എന്നെ ആ അബൂബക്കറിന്റെ ഗുണ്ടകൾ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അയാളുടെ മകനെ കാണാതായതിന്റെ പിന്നില് ഈ വീട്ടിലുള്ളവരെന്ന് അയാൾ പറയുന്നത്. എടാ, അന്ന് രാത്രി ആ പയ്യൻ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പക്ഷെ തെളിവുകളെല്ലാം നമുക്കെതിരാ. അവൻ ഇവിടെ വന്ന് നൂർജഹാനെ കണ്ടുവെന്നും അവൻ അവരെ ഫോൺ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ അവര് പറയുന്നേ. ഓരോരുത്തർ ഓരോന്ന് ഊഹിച്ച് പറയുന്നതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അനുവേ, ആ പയ്യനെ കുറിച്ച് അറിഞ്ഞിടത്തോളം അവൻ ഒരു പ്രശ്നക്കാരനാ. അങ്ങനെ എന്തെങ്കിലും വല്ല ചതിയിലും പെട്ടിരിക്കാനേ വഴിയുള്ളൂ. നിനക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. ശാരദാമ്മേ, ശാരദാമ്മേ, അവർക്ക് വിഷ്ണു ഏട്ടനെ സംശയമുണ്ട്. വിഷ്ണുവിനെയോ? അതെന്തിനാടാ? അതെ, അന്നേ ദിവസം വിഷ്ണു ഏട്ടനും ഉണ്ടായിരുന്നല്ലോ. നൂർജഹാനെ രക്ഷിക്കുന്നതിനിടയിൽ നസീറിനെ വിഷ്ണു ഏട്ടൻ ഇല്ലാതാക്കിയിരിക്കാം എന്നും അവര് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അന്ന് നടന്നിട്ടുണ്ടോ ശാരദാമ്മേ? എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്ക് വേണ്ടിയാ ഞങ്ങൾ ഈ പെടാപ്പാടൊക്കെ കെട്ടി ആടുന്നത്. നീ ഈ പറയുന്ന നൂർജഹാനെയും കൊണ്ട് എന്ന് ഈ വീട്ടിൽ വന്നു കയറിയോ അന്ന് മുതൽ ഈ വീടിനും വീട്ടിലുള്ളവർക്കും കഷ്ടകാലം തുടങ്ങിയതാ. പോലീസുകാരായിട്ടും ആ പെണ്ണിന്റെ വീട്ടുകാരായിട്ടും കയറി ഇറങ്ങുന്നത് പോട്ടെ, അവര് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഞങ്ങൾ നൽകുന്നുമുണ്ട്. എന്നിട്ടും മതിയാവാഞ്ഞിട്ടാണോ ഒരു തെറ്റും ചെയ്യാത്ത പാവ വിഷ്ണുവിനെ കൂടെ ഇതിനകത്തോട്ട് വലിച്ചഴക്കുന്നത്? അത് പിന്നെ ശാരദാമ്മ, എന്തായാലും വിഷ്ണു എന്നോടൊന്ന് കരുതിയിരിക്കാൻ പറ. ഒരൊറ്റൊരാളെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഓടിപ്പാഞ്ഞ് നടക്കുക അബൂബക്കർ. എന്നെ കെട്ടിയിട്ട് ഒരുപാട് തല്ലി. അവര് വിഷ്ണു എന്നെ പൊക്കും. അവരുടെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാ. ബാലേന്ദ്രനങ്ങളാ. ഹലോ അങ്ങളെ.